രാമപുരത്തുള്ള എം ജേക്കബ് സാറുമായിട്ട് സുദീർഘമായ ബന്ധം ഇക്കാലയളവിൽ തുടർന്നു പോയല്ലോ, അതിനെക്കുറിച്ചും കൂടി ഒന്ന് വ്യക്തമാക്കാമോ? അത് ഞാൻ ചെറുപ്പം മുതലുള്ള ഫാമിലി ഫ്രണ്ട്ഷിപ്പാ. ഈ മുണ്ടക്കൽ ഫാമിലി ഇവിടെ അടുത്താ. ശരി. രാമപുരംകാരാ. ശരി. ഈ ജേക്കബ് സാറ് ചെറുപ്പം മുതൽ ഇവിടെ വരും. ശരി. അങ്ങനെ ഉള്ള ചെറുപ്പത്തിലെ ഒരു പരിചയമുണ്ട്. ശരി. അതിനൊക്കെ പുറമെ ഇച്ചിരൂടെ പ്രായമായപ്പം പുള്ളി ഈ എന്താ ഈ വിളവങ്ങൾ കുടിക്കാൻ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. കള്ളേ അത് ഈ വീട്ടിൽ ചെത്തുണ്ട്, അത് പുള്ളിക്കറിയാം. പുള്ളി വരും. അപ്പോൾ ആ വീട്ടിലുള്ള ആളുകൾ എന്നെ വിളിക്കും. എൻ്റെ പാർട്ട്നേഴ്സാണ്. ഞങ്ങൾ ഒരുമിച്ച് ഏലത്തോട്ടമൊക്കെ നടത്തുന്ന ആളുകളാണ്. ഏലത്തോട്ടം, കൃഷി, പിന്നെ റബ്ബർ കൃഷി, അങ്ങനെ പല തോട്ട ബിസിനസ്സിൽ എൻ്റെ ഒരു പാർട്ട്ണറാണ്. ശരി. അങ്ങനെ അവിടെ പോവും, അവിടെ വരും. ചിലപ്പോൾ പുള്ളി വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നാൽ വെളുക്കുന്നവരൊക്കെ ഇരുന്ന് പോവും. അപ്പോൾ 12 മണിയാകുമ്പം ആരെങ്കിലും പനയുടെ മുകളിൽ കയറും, എടുത്തോണ്ട് വരും. അതും കഴിച്ച് അങ്ങനെ ചെറുപ്പം മുതലേ അറിയാം. വളരെ വ്യക്തിപരമായ സൗഹൃദം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കുന്നത്, പുള്ളി ജേക്കബ് MA ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്, എന്നെക്കാളും ഇച്ചിരി പ്രായം കൂടുതലുണ്ട് കേട്ടോ. ഞാൻ 3rd ഫോറം 2nd ഫോറത്തിൽ അങ്ങാണ്ട് പഠിച്ചപ്പോഴാണെന്ന് തോന്നുന്നു, അതോ ഹൈസ്കൂളിലാണോ 4th. പുള്ളിയെ ഒരു ദിവസം ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിന്, സാഹിത്യസമാജത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് എന്തും വിളിച്ചു. പുള്ളി വന്ന് പ്രസംഗിച്ചു. നന്നായിട്ട് സംസാരിക്കുന്ന ആളാണോ. പുള്ളി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളോട് പറഞ്ഞ കാര്യം തൊഴിലിനെ പറ്റിയാണ്. പുള്ളി അന്ന് പ്രസംഗിച്ച വിഷയം തന്നെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. തൊഴിലിൻ്റെ മഹത്വത്തെ പറ്റിയും. പുള്ളി ഭാരത് സമാജത്തിൻ്റെ സെക്രട്ടറി അന്ന് ഡൽഹിയിൽ. ഇവിടെ ഇതായിരിക്കും. ഇവിടെ ഡൽഹി വരെ അന്ന് കയറിയിട്ടില്ല, ഇവിടെയൊക്കെ ഉള്ളൂ. പിന്നെ ആ ഗുൽസാരില്ലായിരുന്നു, നന്ദായില്ലായിരുന്നു നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് പ്രധാനമന്ത്രി ആ നന്ദായുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അങ്ങനായിരുന്നു ഇതിൻ്റെ ഭാരത സമാജത്തിൻ്റെ സെക്രട്ടറി, ആ പ്രസിഡന്റ്. പുള്ളി അതിന് സെക്രട്ടറി ആക്കിയായിരുന്നു. ഇങ്ങനെ അതിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് വരും. ഇതിനെ പറഞ്ഞപ്പോൾ തൊഴിലിനെ പറ്റി പുള്ളി പറഞ്ഞപ്പം സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ പുള്ളി പറഞ്ഞു എസ്.എ. പുണ്യാളൻ. എസ്.എ. പുണ്യാളൻ തൊഴിലാളിയായിരുന്നു. പുള്ളി ചെയ്തിരുന്ന പണി ആശാരിപ്പണിയായിരുന്നു, ചെത്തും പണിയൊക്കെ ആയിരുന്നു. അതാണ് കർത്താവിനെയും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഏത് തൊഴിലും ചെയ്യാൻ, ദൈവത്തിൻ്റെ തൊഴിലും ആശാരിപ്പണിയായിരുന്നു. നമ്മുടെ ഇവിടെയുള്ള പണിക്കന്മാരുടെ പണി ആശാരിപ്പണി. അതുപോലെ ഏത് പണിയുണ്ടെങ്കിലും ചെയ്തിരിക്കണം എന്നൊക്കെയുള്ള ഞാൻ ഓർക്കും. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ സന്ദർഭവശാൽ ഒരു ദിവസം ഹെഡ് മാസ്റ്റർ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞു, ജേക്കബ് സാർ നല്ല പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞു. അവനൊന്നും പാകതയില്ലെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് സോഷ്യലിസം പറഞ്ഞ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, അച്ഛനെ ഇഷ്ടപ്പെട്ടില്ല. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഭാഗമാണ് പുള്ളി വിചാരിച്ചിരിക്കും. ഈ നെഹ്റു ഒക്കെ സോഷ്യലിസ്റ്റാണെന്നുള്ള കാര്യമൊന്നും നമ്മുടെ അച്ഛന്മാർക്കൊന്നും വലിയ പിടിയില്ല. അതിപ്പോൾ എനിക്ക് പരസ്യമായിട്ട് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിനി മറ്റൊരു മേഖലയിലോട്ട് സാറിനെ കൂട്ടിക്കൊണ്ടുപോയാല്, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സാറ് കൃഷി കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നല്ലോ. കൃഷികാര്യം എൻ്റെ ഞങ്ങളുടെ ജന്മ സ്വഭാവമാണ്. കുടിയേറ്റ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയ ഒരിക്കലും കൃഷിയുടെ കാര്യത്തിൽ വിട്ടിട്ടില്ല. കൃഷിക്ക് നമുക്ക് ഏതെല്ലാം രംഗത്ത് പോകാൻ പറ്റുമോ അതൊക്കെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് താങ്കളെ അങ്ങ് ഏതെല്ലാം കൃഷികളാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ തോട്ടങ്ങൾ? ഞാൻ ഇവിടെ ഞങ്ങളുടെ ഈ പറമ്പുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ ഇവിടെ വരുന്ന കാലത്ത് തുടങ്ങിയത് കുരുമുളക്, തെങ്ങ്, കമുകായിരുന്നു. കുരുമുളക് പോയി, അത് കഴിഞ്ഞ് തെങ്ങായി. പിന്നെ തുറങ്ങനാട്, തൊടുപുഴ താലൂക്ക് മുഴുവൻ തെങ്ങിൻ്റെ കാലമായി. നന്നായിട്ട് തേങ്ങ ഉണ്ടായിരുന്ന കാലമായ എൻ്റെ ചെറുപ്പകാലം. അത് കമുക്, തെങ്ങ്. അത് കഴിഞ്ഞ് അതിവിടെ ആദായം ഉണ്ടായിരുന്നു. എണ്ണയാട്ട് വ്യവസായങ്ങൾ തൊടുപുഴയിൽ വ്യാപകമായിരുന്നു. എണ്ണയാട്ട് വ്യവസായത്തിൻ്റെ കേന്ദ്രമായിരുന്നല്ലോ തൊടുപുഴ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞങ്ങൾ അഭിമാനത്തോടെ വെണ്ടുരുത്തിപ്പാലത്ത് നിന്ന് എണ്ണിയിട്ടുണ്ട്. ചാത്തങ്കണ്ടം എന്ന് പറഞ്ഞാൽ 12 സാരോപ്ലാഷ് എന്ന് പറഞ്ഞ ലോറികൾ ഇങ്ങനെ പോകുന്ന എണ്ണുമായിരുന്ന കണ്ടോടാ, തൊടുപുഴക്കാരൻ്റെ വണ്ടി പോകുന്ന കണ്ടോടാന്ന് കൂട്ടുകാരോട് പറയുമായിരുന്നേ. അങ്ങനത്തെ വ്യവസായ കേന്ദ്രമായിരുന്നു തൊടുപുഴ. ഇന്നൊരൊറ്റ മില്ലില്ല, ആകെ ഒരു തരണി മില്ലിൽ ചില്ലറ വയ്ക്കുന്നതേ ഉള്ളൂ. പിന്നെ ആ കാലത്ത് അതിന് പുറമെ ഇതിന് ചുറ്റുപാടുമൊക്കെ മലബാറിന് പോകുന്നവരുടെയും ഒക്കെ കുറച്ച് ഭൂമിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ടും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പന് 10 ഏക്കർ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പം 35 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. ആകെ കണ്ടം ഉണ്ടായി. പിന്നെ ചുറ്റുമുള്ള കടക്കാരുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പുറത്തോട്ട് പോയില്ല. പിന്നെ പുറത്തോട്ട് പോയത് 62
ഏലകൃഷിക്ക് തോപ്പറാൻ കൂടി പോയി. അത് കമ്പനി കൂടി. ഇത് പാട്ടവ്യവസ്ഥ കൃഷിയായിരുന്നു, സ്ഥലം വാങ്ങിയുള്ള അത് കൃഷിയായിരുന്നു. കുത്തകപ്പാട്ടം, കുത്തകപ്പാട്ടം. സർക്കാരിന്റെ കുത്തകപ്പാട്ടം. ചട്ടിക്കുഴി ഭാഗത്ത് 66 ഏക്കർ കിട്ടി. അത് കൊള്ളുകര. അപ്പം കൽക്കുന്നിൽ വില്ലേജിൽ സർവേ 1:1 ഭൂമി. അത് ഈ കൽക്കുന്നിൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു 30,000 ഏക്കർ സ്ഥലമാണ്. അതിനൊരു ഭാഗത്ത് ഞങ്ങൾ പോയി തോപ്പറാങ്കുടി പോയി ഞങ്ങൾ ഏലകൃഷി ചെയ്തു. ഏലകൃഷി ചെയ്തൊരു 10-20 വർഷക്കാലം ചെയ്തു. അവസാനം മുഴുവൻ കാട് വെട്ടി തെളിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങളുടെ കൃഷി ഏലത്തിന് ഭാവിയില്ലെന്ന് കണ്ടു. ഞങ്ങൾ വാസ്തവത്തിൽ ഉപേക്ഷിച്ചിട്ട് പോലും ഏലകൃഷി നിർത്തി. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ കാട് വെട്ടി. ഞങ്ങളുടെ കുത്തപ്പാട്ടമാണ്, അത് വെട്ടിയില്ല, അവിടെ കിടന്നു, വിറ്റു. ഇതല്ലാതെ മറ്റു റബ്ബർ അത് ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ നിലമ്പൂർ പോയി. അവിടെ ഈ നിലമ്പൂർ കോവിലകത്തിൻ്റെ കുറേ സ്ഥലം CA മാത്യു MLA ഉണ്ടല്ലോ, പഴയ ചൂരാപ്പുഴയും ഈ പൂത്തുങ്ങിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർ രണ്ടുപേരും കൂടെ കോൺട്രാക്ട് ഏജൻസി എടുത്ത് വിറ്റു കുറേ സ്ഥലങ്ങൾ. അപ്പോൾ ഞങ്ങൾ കുറേ സ്ഥലം എടുത്തു. അത് ഈ മുണ്ടയ്ക്കില്ല, അതൊക്കെ വിറ്റുപോയി. പറ്റിയാലനായപ്പം അത് എൻ്റെ ചേട്ടനും ഞാനും ഒക്കെ വിറ്റു. 100 സ്ഥലം റബ്ബറും പ്ലാന്റ് ചെയ്തായിരുന്നു. ഇതോടൊപ്പം പാലക്കാട് അത് വേറെ. അത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ, അതിപ്പം 30 വർഷമായുള്ളൂ. അത് ഈ റോയി എൻ്റെ മോനൊക്കെ എറണാകുളത്തൊക്കെ ബിസിനസ്സിലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണല്ലോ. അവന് ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പം എന്തോ ഒരു ഈ റിലയൻസ് പെട്രോൾ കെമിക്കൽസിൻ്റെ ഏജൻസി ഉണ്ട്. അത് ഈ സാരോപ്ലാസ്റ്റിന് കടം കൊടുക്കുമായിരുന്നു. ആ പാരോപ്ലാസ്റ്റ് പൊളിഞ്ഞു പോയി. അതിന് കുറേ പൈസ കിട്ടാനുള്ളത്. അപ്പം അവർ കുറേ സ്ഥലം വാങ്ങിച്ചിട്ടില്ല അവിടെ. എവിടെയായിരുന്നു മാങ്ങാ സിറ്റി എന്ന് പറയുന്നത് മുതലമട, പാലക്കാട് വില്ലേജിൽ. അത് കൊടുക്കുകയാണെന്ന് കേട്ടോണ്ട് ഞങ്ങൾ അന്ന് അവിടെ മാവിന് നല്ല സ്ഥലമാണെന്ന് കേട്ടു. ഒരു മാന്തരി വെച്ച് തുടങ്ങിയായിരുന്നു. ആ സ്ഥലം എടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൊടുപുഴയുടെ കിഴക്കൻ പഞ്ചായത്തായ ഉടുമ്പന്നൂരിന്റെ ചെപ്പുകുളം മേഖല ഇന്നത്തെ രീതിയിൽ ജനവാസ കേന്ദ്രമായതും വികസിച്ചതും കരിന്തുരുത്തൽ കുടുംബം അങ്ങോട്ട് കുടിയേറിയ ശേഷമാണെന്നൊരു അതൊന്ന് വ്യക്തമാക്കാമോ? ശരിയാണല്ലോ. കാരണം എൻ്റെ മൂത്ത ചേട്ടനും രണ്ടാമത്തെ ചേട്ടനും, എൻ്റെ രണ്ടാമത്തെ ചേട്ടനില്ല, മൂത്ത ചേട്ടനും ഭാര്യയും എൻ്റെ മൂത്ത പെങ്ങളും ഭർത്താവും, ഇവർ 4 പേരും കൂടി കുട്ടികളെ ഇവിടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് അവർ മല കയറി പോയി. എവിടെയാ ഇങ്ങനെ കിഴക്കമ്മലയിൽ. ഞങ്ങൾക്ക് കിഴക്കമ്മല എന്ന് പറയുന്നത് ഇവിടുന്ന് വെള്ളിയാമറ്റം വരെ പോകണം. വെള്ളിയാമറ്റം വരെ പോകണേ ബസ്സും മറ്റു കാര്യങ്ങളില്ല. ഇവിടുന്ന് ഈ 6 കടന്ന് നടന്ന് ആനക്കയം കൂടി വെള്ളിയാമറ്റത്ത് ചെന്ന് അവിടുന്ന് നേരെ പതിക്കമല കയറണം. പതിക്കമല കയറിയ ചെപ്പുകുളത്തിൻ്റെ ഈ വശത്തെ നിരപ്പാവും. അങ്ങേ വശത്തുനിന്ന് ഉടുമ്പന്നൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തട്ടക്കുഴ വന്നിട്ട് കമ്പനി വന്നിട്ട് മുകളിൽ കയറാം. ആ മുകളിൽ ഊരാളികൾ താമസിച്ചിരുന്ന സ്ഥലത്ത് കുറേ അധികം നല്ല ഭൂമി കിടപ്പുണ്ടായിരുന്നു. അവിടെ ഇവർ പോയി കയ്യേറി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും തന്നെയാണല്ലോ. അത് കയറി തെരുവ് കിടക്കുമായിരുന്നു. തെരുവ കൃഷിയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ആദായമായിരുന്നു. ഇവിടുത്തുകാർ പലരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്നുള്ള പലരും, ചേട്ടനും ഇവരൊക്കെ കൂടെ പോയി അവിടെ കൃഷി ചെയ്തു. ആ കുടുംബങ്ങളൊക്കെ പിന്നെ അവിടെ ആ ചുറ്റുപാടൊക്കെ വികസിച്ചു. അവിടവും അധികം എടുത്തില്ല. അതിന് ഒരാളിക്ക് തന്നെ കൊടുത്തു. യാതൊരു യാത്രാ സൗകര്യം ഇല്ലാത്ത ആ മലയുടെ മുകളിലാണ്. അവിടെ ഓർക്കുന്നുണ്ട് ഞാൻ 1952 ഉള്ളു പൊട്ടി ചേട്ടൻ മാറിക്കഴിഞ്ഞ്. ആ ചിലവുമല അങ്ങേയറ്റം മുതൽ തട്ടക്കുഴ വരെയുള്ള സ്ഥലത്തൊരു 100 ഉരുളെങ്കിലും പൊട്ടിയതായിട്ട് ഞാൻ നടന്നു പോകാം. നമുക്ക് കരിമണ്ണൂരിൽ നിന്ന് നടന്ന് പന്നൂര് കൂടി തട്ടക്കുഴ ചെല്ലുമ്പോഴത്തേക്കും 100 ഉരുളെങ്കിലും പൊട്ടി വാർക്കാം. അപ്പോൾ അന്നൊക്കെ ചേട്ടനും അവിടെ ഉണ്ട്. ആ ഉരുൾ പൊട്ടിയെടുത്തല്ല, ഈ AV തോമസ് കമ്പനിയുടെ ശ്രീമൂലമംഗല എസ്റ്റേറ്റിന് പുറമേയുള്ള കുറേ വെറും ഭൂമികൾ ആദ്യം കൊടുത്തു, ഈറ്റക്കാനം. അതിൽ ഇവരൊരു 10 ഏക്കർ സ്ഥലം വാങ്ങി കുരുമുളക് കൃഷി ചെയ്തു. അപ്പം അങ്ങനെയാണ് ചേട്ടൻ വീണ്ടും ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞ് പിന്നെ ചേട്ടൻ അവിടുത്തെ ആളുകളുമായിട്ട് പരിചയപ്പെട്ടൊക്കെ താഴോട്ട് വന്നു. ഉടുമ്പന്നൂരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ശ്രീമൂലമംഗലം എസ്റ്റേറ്റ് മുഴുവൻ വിൽക്കുകയാണെന്നുള്ളൊരു ഇത് കേട്ടു. അതുകൊണ്ട് ആലപ്പുഴ പോയി അവരുമായിട്ട് സംസാരിച്ച് എഗ്രിമെൻ്റ് വെച്ച് മുഴുവൻ തോട്ടവും കച്ചവടം ചെയ്തു. അത് തുടങ്ങാട്ടിൽ 1-2 ആളുകളോട് പാർട്ണർഷിപ്പിലാണ് കച്ചവടം ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഓരോ 10 ഏക്കർ 20 ഏക്കറൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് ഈ ഇവിടെയുള്ള ആളുകളാണ് മുഴുവൻ
ഇവിടെയുള്ള വീട്ടുകാരെ ഇപ്പോൾ അവിടെ കാണുന്ന വീട്ടുകാരെല്ലാം ഇവിടെ ഉള്ളവർ തന്നെ. മുണ്ടക്കൽ, എരപ്പുഴിക്കര, അതുപോലെ തന്നെ പഞ്ചനാനി, അതുപോലെ തുടങ്ങിയ ഒരു 50 വീട്ടുകാരെങ്കിലും ചെപ്പോളത്തുണ്ട്. അവരെല്ലാം ഈ ചേട്ടൻ സ്ഥലം ഇതിനകത്തുനിന്ന് വീട്ടു വീതിച്ച് ചോദിച്ചു കൊടുത്ത് മിച്ചം കിട്ടിയ 110 ഏക്കർ സ്ഥലത്ത് പുള്ളി താഴെ ഗേറ്റിൻ്റെ കമ്പനിപ്പടിയുടെ അവിടെ സ്വന്തമാക്കി അവിടെ താമസം തുടങ്ങി. ബിൽഡിംഗ് എല്ലാം കിട്ടി, എസ്റ്റേറ്റിൻ്റെ ബംഗ്ലാവ്, അതിൻ്റെ സൂപ്രണ്ടന്മാർക്കുള്ള താമസം, പിന്നെ 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 വലിയ സ്റ്റോറ്, ഇതെല്ലാം കിട്ടി. അവിടെ മിച്ചമായിട്ട് കൂടി. അതാണ് ഉടുമ്പന്നൂരുമായിട്ടുള്ള ബന്ധം. അങ്ങനെയാണ് ചെപ്പോളത്തിന് ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോയത്. അപ്പോൾ അതാണ് എനിക്ക് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിക്കുള്ള ഗുണം കിട്ടിയത്. ഞാൻ ഇലക്ഷന് നിൽക്കുന്നത് കേട്ടപ്പോൾ അവിടെ നിന്ന് കൂട്ടം എല്ലാവരും കൊണ്ടുവന്ന് വോട്ട് ചെയ്തു. അപ്പോൾ ഇവരാരും വിചാരിച്ചില്ല എനിക്ക് ഇത്രയും വോട്ട് കൂടുവാൻ കിട്ടുമെന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ. അപ്പോൾ ചേട്ടന് അവിടുത്തെ ആളാണ്, ചേട്ടൻ്റെ അനിയനല്ല നിൽക്കുന്നത്. തന്നെയല്ല, ഞാൻ പാസ്സായി വന്ന ഇടയ്ക്ക് അവിടെ ഒരു ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷൻ പഞ്ചായത്തിൽ ഒരു റീ ഇലക്ഷനാണ് എൻ്റെ ഓർമ്മ. ഈ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചേട്ടൻ, കൊച്ചേട്ടൻ്റെ പേര് കൊച്ചേട്ടൻ തന്നെ പറയാം. അങ്ങേരുടെ അവിടെ ഇലക്ഷൻ നിന്നപ്പം അങ്ങേരുടെ അനിയനാണ് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, TK മാണി സ്വന്തം. അതിൻ്റെ പേര് ഞാൻ പെങ്ങളുടെ അടുത്ത് പോയപ്പോഴേ ഇങ്ങനെ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞപ്പോൾ KM മാണിയും വന്നു. KM മാണി BA പ്രസംഗ മത്സരത്തിന് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആ കാലം. അവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ TS ജോസഫ് ചേട്ടന് ഇലക്ഷൻ വർക്കാണ്. അന്ന് മാണി സാറ് പ്രസംഗിച്ചത് 1-ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ അടങ്കം 1050 കോടി രൂപയാണ്. 1050 കോടി രൂപ എന്നുള്ള ഞാൻ ഇപ്പോഴും മറക്കുന്നില്ല. ഞാനിപ്പോഴും ഈ മുട്ടം പഞ്ചായത്തിൻ്റെ അടങ്ങല 1050 എന്നൊക്കെ പറയുമ്പോഴും ഓർത്തു പോവുക, എന്താ സ്ഥിതി. നുണ പറയുന്നതാണ് മനുഷ്യരോർക്കും. ഇന്ത്യ മഹാരാജ്യത്തിന്റെ 1-ാം പഞ്ചവത്സര പദ്ധതിക്ക് 1050 കോടി രൂപയേ ഉള്ളൂ. അതിന്റെ വിശദീകരണം കൃഷിയിലും കുടിയേറ്റത്തിലും വലിയ വിജയം നേടിയപ്പോ അതോടൊപ്പം തന്നെ ഹോട്ടൽ വ്യവസായ രംഗത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അത് പിന്നത്തെ കാര്യം, കുറച്ചുകൂടെ കഴിഞ്ഞില്ല. അത് ആ കാലഘട്ടം എനിക്ക് വയസ്സ് 90 ഇതിപ്പോ ഒരു 60 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് എൻ്റെ ഇടയ്ക്ക് നമ്മൾ മദ്യവ്യവസായത്തിൽ പോയി എന്ന് പറഞ്ഞല്ലോ. മദ്യവ്യവസായത്തിൽ പോയി അത് ഓരോ വർഷം കഴിയുമ്പോൾ അങ്ങ് മാറി പോകും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം 96-ലോ 86-ലോ മറ്റോ ആന്റണി ചാരായം നിരോധിച്ചല്ലോ. ചാരായം നിരോധിച്ച് കഴിഞ്ഞപ്പം പിന്നെ ബ്രാൻഡ് ഷോപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റിട്ടെയിൽ. അത് കഴിഞ്ഞ് ഹോൾസെയിൽ ഷോപ്പുകൾ നടത്താം. അത് ആളുകൾ കടയിൽ പോകാതെ കഴിക്കാമല്ലോ. അത് എറണാകുളത്ത് കുറേ 10-30 ഹോൾസെയിൽ ഷോപ്പ്, മറ്റ് നാട്ടിൻപുറങ്ങളിലൊക്കെ അവിടെ ഇവിടെ പീരുമേട്ടിലൊക്കെ ഇടുക്കിയിലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഹോൾസെയിൽ ഷോപ്പുകൾ ലേലത്തിൽ പിടിച്ചു. അത് അന്ന് 20,000 രൂപയൊക്കെ പണ്ട് തന്നതൊക്കെ 1,00,000 രൂപയ്ക്കൊക്കെ പിടിക്കേണ്ടി വന്നു. പിടിച്ച് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന 5-6 ഒരെണ്ണത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ 6-7 8 ഒക്കെ നടത്തി. അതന്ന് ആ ഹോൾസെയിൽ ഷോപ്പും കൂടെ പിന്നെ ബ്രാൻഡിയെ അങ്ങ് നിർത്തി. എന്നിട്ട് ഇവർ ബിവറേജസ് കോർപ്പറേഷൻ ഉണ്ടായി. അപ്പോൾ കച്ചവടം ഞങ്ങളുടെ എല്ലാം പോയല്ലോ. അപ്പോൾ പിന്നെ നടത്താവുന്ന ബാർ മാത്രമായി, ഹോട്ടലുകൾ. അപ്പം ഞാൻ സിസിലിയ തുടങ്ങിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ബാറും കൂടെ ലൈസൻസ് വാങ്ങിച്ചു. കാരണം അന്ന് സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉള്ളവർക്ക് ബാർ കിട്ടുള്ളൂ. എനിക്ക് സ്റ്റാർ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാർ വാങ്ങിച്ചത് സബ്സിഡിയോടെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. 25% ഇടുക്കിയിൽ വ്യവസായത്തിന് സബ്സിഡി കിട്ടും. ആ സബ്സിഡി ഞാൻ തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിക്കും മേടിച്ചു കൊടുത്തു. കാരണം അന്ന് ഞങ്ങളൊരു റബ്ബർ ഫാക്ടറി പണിതായിരുന്നു മുട്ടത്ത സൊസൈറ്റിയുടെ. അപ്പോൾ അതിനൊരു നല്ല എമൗണ്ട് ഗവൺമെൻറ്റിൽ നിന്നും സബ്സിഡി പിന്നെ റബ്ബർ ബോർഡിൽ നിന്നൊക്കെ തരികയും ചെയ്തു. ഞങ്ങൾക്ക് ആകെ ചിലവായതിൻ്റെ 25% കിട്ടുമായിരുന്നു. അത് എൻ്റെ 25 ലക്ഷം രൂപ, 1 കോടി രൂപയായിട്ട് ഞങ്ങളുടെ ചിലവിൻ്റെ അക്കൗണ്ട് കൊടുത്തിട്ട് 25 രൂപ സാങ്ഷൻ തന്നു. അത് തന്നത് PJ കുര്യനാണ്. PJ കുര്യനുമായിട്ടുള്ള ബന്ധം എൻ്റെ മകനാണ് കൂടുതൽ. അന്ന് M.M. ജേക്കബ് സാറും ഉണ്ട് ഡൽഹിയിൽ. അപ്പോൾ ഡൽഹി പോയി ഇതിൻ്റെ ഇപ്പോൾ ഹോട്ടലിൻ്റെ കാര്യത്തിന് പോകണം, ഇതിനും പോകണം. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ
നീ പോയിട്ട് അത് പയ്യനത് ഡിഗ്രിയൊക്കെ എടുത്തു കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് വന്നു. ഡൽഹി ചെന്നപ്പം പി ജെ കുര്യനെയും കണ്ടു, എം എൻ ജേക്കബിനെയും കണ്ടു. എം എൻ ജേക്കബിനെ കാണുമ്പോൾ തന്നെ പുള്ളി എൻ്റെ മകനാന്നിവരെ കാണുമ്പോൾ പരിചയപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ എം എൻ ജേക്കബ് വേറെ ചില സഹായവും തന്നു. അന്ന് ആ കോളനിയിലെ വീടുകൾ ഓരോ എം പിമാർക്കും അലോട്ട് ചെയ്യുമായിരുന്നു. അതിലൊരു വീട് നമ്മുടെ എൻ്റെ ഒരു മരുമോടെ ഒരു കൊച്ചിന് അവിടെ ഒരു വീടായിരുന്നു, അവിടെ ജോലി ഉണ്ടായിരുന്നു, കൊച്ചിനെ അനുവദിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരു സ്നേഹബന്ധങ്ങളൊക്കെ പുള്ളി പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളി ഗവർണറായപ്പോൾ ഞാൻ പുള്ളിയെ അതേ ആഭ്യന്തര മന്ത്രിയായി, സ്റ്റേറ്റ് ആഭ്യന്തര സഹമന്ത്രി ആയിരുന്ന കാലത്ത് എൻ്റെ മകൻ്റെ 2ാമത്തെ കല്യാണത്തിന് ഞാൻ ഫോണിൽ വിളിച്ചുള്ളൂ. കല്യാണ സമയത്ത് പുള്ളി ഇവിടെ വന്നു, കല്യാണം കൂടി. പിന്നെ പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് എൻ്റെ ഒരു മാനേജരായിട്ടുള്ള ആളാണ്, ഒരു മുരളി. ആ മുരളി എന്നെ അടൂരി ഞാൻ ചാരായം എടുത്തപ്പോൾ എൻ്റെ മാനേജരായിരുന്നു, ബികോംകാരൻ. പുള്ളി എം പി ആയപ്പോൾ അവനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പുള്ളി മാറിയപ്പം മൻമോഹൻ സിംഗിന് കൊടുത്തു. ഇപ്പോഴും മൻമോഹൻ സിംഗ് മരിച്ചല്ലോ, അന്ന് വരെ മൻമോഹൻ സിംഗിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റാണ്. ഇപ്പോൾ അവൻ ഡൽഹിയിലാണ്, അവൻ ഡൽഹി താമസമാണ്, അവിടെ കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. ശരി. ആ സമയത്ത് ഇപ്പൊ പുതിയ പുതിയ ബാറുകൾ മറ്റു പ്രദേശങ്ങളിൽ ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കൂടുതൽ ആരംഭിച്ചിട്ടില്ല. ഞാൻ പിന്നെയുള്ളത് ഈ ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്ക് മാറി. അപ്പം ബാറ് എന്ന് പറയുന്ന ഹോട്ടലിൽ, നല്ല ഹോട്ടലിൽ നടത്തുന്ന ബാറ് കൊണ്ട് വേണം. അത് പല കോതമംഗലത്തെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ സ്റ്റാർ ഹോട്ടൽ വാങ്ങിച്ചു, അത് നടത്തി, അതിന് ബാറ് വാങ്ങിച്ചു. പിന്നെ തൊടുപുഴയ്ക്ക് ബാറ് വാങ്ങിച്ചു. പിന്നെ എറണാകുളത്ത് പിന്നെ പാർക്ക് സെൻട്രൽ എന്നും പറഞ്ഞൊരു ബാർ വാങ്ങിച്ചു, അത് നടത്തി. അരൂരൊരു ടൂറിസ്റ്റ് ഹോം, അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഇതെല്ലാം കമ്പനികളാണ്. അവിടെയൊക്കെ ഹോട്ടലിൽ നല്ല എക്സ്പെൻസ് ഉണ്ട്. പിണറായി വിജയൻ സാധാരണ ഉണ്ണുന്ന അരൂർ ടൂറിസ്റ്റ് ഹോമിൽ അന്ന് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് അവിടെ വന്നേ പുള്ളി ഭക്ഷണം കഴിക്കാറുള്ളൂ. പുള്ളിക്ക് പറ്റിയ മീൻ അവിടെ കിട്ടും. ഞങ്ങളുടെ തൊഴിലാളിക്ക് അറിയാം സഖാവ് വരുന്നത്, അത് നോക്കി ഇപ്പോൾ ഇരുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അന്ന് പുള്ളി അവിടെ കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലം അത് നമ്മുടെ ആയിരുന്നു. അന്ന് ഞങ്ങളിങ്ങനെ കിട്ടുന്നിടത്ത് നടത്തും. ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ പാരമ്പര്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ബിനോയിയൊക്കെ പോയി തിരുവനന്തപുരത്തൊക്കെ പോയി വാങ്ങുന്നുണ്ട് ഹോട്ടലില്. മക്കളെ കുറിച്ചും ഭാര്യയെ കുറിച്ചും തിരിച്ചു ഒന്നുകൂടി വിവാഹശേഷം എനിക്ക് 6 മക്കളുണ്ടായി. ശരി. 60 ആദ്യത്തെ കുട്ടിയുണ്ടായി, 76 അവസാനത്തെ കുട്ടിയുണ്ടായി. ശരി. 60 ബിനോയി, 76 റോണി. ശരി. ബിനോയി എക്കണോമിക്സ് എം എ എടുത്ത ആളാണ്. ശരി. അവന് തുടങ്ങാട് സ്കൂളിലാണ് പഠിച്ചത്. ശരി. ന്യൂമാൻ കോളേജിൽ ഡിഗ്രി. ശരി. അത് കഴിഞ്ഞ് സെൻറ്റ് ബർക്ക്മാൻസ് കോളേജിൽ എം എ എടുത്തു. ശരി. സ്കൂൾ പഠിച്ചത് ഇവിടെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ തിരുവനന്തപുരം. ശരി. ആ സ്കൂളല്ലല്ലോ, +2. ശരി. അവന് അന്ന് മുതൽ പാസ്സായ അന്ന് മുതൽ എൻ്റെ കൂടെ ബിസിനസ്സിൽ. ശരി. അവനാണ് ബിസിനസ് നടത്തി. ശരി. 2ാമത്തെ അവൻ റോയിയാണ്. അവനൊരു വിദ്യാഭ്യാസം CA ആണ്. ശരി. CA അവന് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. ശരി. 21 വയസ്സിൽ CA പാസ്സായവന് കല്യാണത്തിന് CA കാരനാന്ന് പറഞ്ഞിട്ട് പെണ്ണ് കിട്ടുകയില്ലായിരുന്നു. ശരി. എന്നാൽ 30 വയസ്സാകാതെ CA പാസ്സായാലും ശരി. തമാശയായിട്ട് പറഞ്ഞു. ശരി. ശരി. ഇടക്കാർ പറയും ചുമ്മാ സാറ് പറയുന്ന വെടി ശരി. CA ആണെന്ന്. ശരി. ഏതായാലും അവനൊരു എറണാകുളത്ത് നിന്ന് തന്നെ ഒരു കൊച്ചിനെ കല്യാണം കഴിച്ചു. ശരി. 3ാമത്തേത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അവൻ പാസ്സായത് ഞാൻ അറിഞ്ഞില്ല. അവന് ടോഫില് ഡിമാറ്റ് എല്ലാം അവൻ തന്നെ പഠിച്ചു. ശരി. അവന് അമേരിക്കയിൽ റിനോ ഓയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ MBA കിട്ടി. അങ്ങോട്ട് പോയി. ശരി. അവൻ അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യനും അമേരിക്കനുമായിട്ട് കഴിയുക. ശരി. കാരണം അവൻ 2 കുട്ടികളുണ്ട്. ഇപ്പം താമസം ഇവിടെയാണ്, കാക്കനാട. ശരി. കാരണം അവിടെ 15 വർഷം കഴിഞ്ഞപ്പോൾ അവന് അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു. ശരി. ശരി. രാജേരിയിൽ അവൾ പിള്ളേരെ പഠിപ്പിച്ചു. ശരി. ഇവിടെ ഇപ്പം എൻജിനീയറിംഗ് കഴിഞ്ഞപ്പം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടി. ശരി. MS അങ്ങോട്ട് പോയി. അപ്പം വൈഫ് ഇപ്പോൾ അവിടെ, ശരി. അവനിവിടെ കാക്കനാട്ട് വീടുണ്ട്. ശരി. പിന്നെ അദ്ദേഹമാണ് ഞങ്ങളുടെ ബിസിനസ്സിന് വളരെയധികം ഗുണം കിട്ടി. കാരണം സാമ്പത്തികമായിട്ട് സഹകരിക്കാൻ സാധിച്ചു. ശരി. പിന്നെ ഞങ്ങളുടെ ഐശ്വര്യത്തിന് കാരണവന്മാരാ. ഒരു 500-ലധികം എഞ്ചിനീയർമാർ അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ശരി. സിവിൽ എഞ്ചിനീയേഴ്സ്. ശരി. അമേരിക്കയിലും കാക്കനാട്ടും ഇവിടെ എല്ലാമായിട്ട്. ശരി. കാഡ് ആണ് അവരിലെ. ശരി. കാഡ് അത് ചെയ്യുന്നുണ്ട്.
പിന്നെ അവർ ഓട്ടോക്കായിട്ട്. മെഡിക്കൽ ട്രാൻസാക്ഷനും ശരി ചെയ്യുന്നു. ശരി 2 ഫേമുണ്ട്. ശരി സെപ്സിൽ, കൊച്ചി സെപ്സിലും കൊച്ചി ഇൻഫോ പാർക്കിലും അവൻ്റെ ബിസിനസ്. ശരി അത് ആരംഭത്തിൽ കമ്പനി ഉണ്ടാക്കിയപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഇതാണല്ലോ, ശരി ഇതായത്. അതിപ്പോൾ ഇപ്പോൾ അവർ അമേരിക്കക്കാരാണ് പകുതി. ഓ ശരി. പിന്നെ റോയി ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞില്ല. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി. അങ്ങേരാണ് ഈ ഇവിടുത്തെ ബിസിനസിന്റെ എല്ലാം പറയും. ശരി ശരി. ഞാൻ എവിടെയെല്ലാം ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ചുവട് അവൻ പോയി കണ്ടുപിടിക്കുകയും അതിൻ്റെ ബാക്കി വരികയും അക്കൗണ്ട്സ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതുകൊണ്ട് അത് പോകുന്നു. ശരി ശരി. കാരണം ഇങ്ങേറ്റം സിയന്ന വില്ലേജ്, അതായത് ചിന്നക്കനാലിൽ ആദ്യം പ്രൈവറ്റ് സെക്ടറിൽ ആദ്യം മഹീന്ദ്രയും സ്റ്റെർലിങ്ങിനും ശേഷം അവരൊക്കെ കമ്പനി എന്താ ഈ ഷെയർ ടൈം ഷെയറിംഗുകാർ അവരൊക്കെ. ഞങ്ങൾ പൈസ മുടക്കി തുടങ്ങിയതാണ്. ശരി ശരി. KFC സഹായിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഇവിടെ സിയന്ന വില്ലേജ് എന്ന് പറഞ്ഞാൽ ചിന്നക്കനാലിലുള്ള ഒരു 1-ാം കട റിസോർട്ടാണ് ഞങ്ങളുടേത്. ശരി ശരി. ഇതുപോലെ തന്നെ ഇതാ ഇത് മഹീന്ദ്രയും ഇതുപോലെ ഈ സ്റ്റെർലിങ്ങും ഒക്കെ പോലെ. ശരി. ഇപ്പോൾ അവിടെ 100 കണക്കിന് ആയി കേട്ടോ ഞങ്ങളുടെ കാലത്ത്, പഴയ കാലത്ത്. അതുമെല്ലാം ഈ റോയി ആണ് അതിൻ്റെയൊക്കെ പുറയിലെ ഉള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ 3-ാമത്തെ ആളാണ് ഞാൻ പറഞ്ഞത്. 4-ാമത്തെ ആള് റോണി ഡോക്ടർ. അവന് ഓൾ ഇന്ത്യ ഇവിടുത്തെ ടെസ്റ്റ് കിട്ടിയില്ല. കേരള ടെസ്റ്റ് എഴുതിയിട്ടൊന്നും കിട്ടാതെ ഓൾ ഇന്ത്യ ടെസ്റ്റ് എഴുതിയപ്പോൾ കിട്ടി. ശരി. അതിന് ജബൽപൂർ അല്ല ബിജാപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് പുള്ളി MBBS എടുത്തത്. അത് കഴിഞ്ഞ് അവന് ബെൽഗാമിൽ നിന്ന് MS എടുത്ത് ക്വാറന്റൈനിൽ ഒരു 10 വർഷം അവിടെ ജോലി ചെയ്തു മെഡിക്കൽ കോളേജിൽ. അത് കഴിഞ്ഞ് ഇപ്പം തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിൽ HOD ഇവൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ENT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD-യാണ്. ശരി. അത് 4 പിള്ളേർ. പെൺപിള്ളേർ 2 പേരും, മൂത്തയാൾ സ്പോർട്സുകാരിയായിരുന്നു. പിന്നെ പത്മിനിയുടെയും PT ഉഷയുടെ കൂടെ ഓടിയിട്ടുള്ളതാണ്. ഞാൻ GV രാജായി കൊണ്ടുപോയി ഓടിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർക്കൊരു പനി പിടിച്ചു, അതോടുകൂടി നിർത്തി. പിന്നെ പഠിച്ചു, ഇംഗ്ലീഷ് MA പാസ്സായി. അവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കല്യാണം കഴിച്ചു. കുവൈറ്റിലായിരുന്നു, കുവൈറ്റ് എയർലൈൻസ് ജോലിയായിരുന്നു. റിട്ടയർ ചെയ്തു. ഇപ്പൊ കുവൈറ്റിൽ തന്നെ അവർ താമസിക്കുന്നു. ഹസ്ബൻഡിനെ ഇപ്പോഴും കമ്പനി വിട്ടിട്ടില്ല. മക്കള് ഒരാള് ന്യൂയോർക്കില് ആർക്കിടെക്ട്, അവളുടെ ഹസ്ബൻഡ് ആർക്കിടെക്ട്. ന്യൂയോർക്ക് ഇവിടെ തന്നെ പിണറായി പോയിരുന്ന സ്ഥലത്താണ്. അതാ സ്ഥലത്തിന്റെ പേരിന് സ്ക്വയർ. ആ സ്ക്വയറിന്റെ അടുത്ത് അവള് താമസിക്കുന്നത്. 2-ാമത്തോള് ബാംഗ്ലൂരാണ്, അവളും ചാർട്ടേഡ് അക്കൗണ്ടന്റ്. പിന്നെ 2-ാമത്തെ മകള് EVM-ലാണ്, ഇവിടെ എടക്കാട്ടുകുടിയിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മണി സാറിന്റെ ഹസ്ബൻഡിന്റെ അനിയനാണ്. അവള് ഹൗസ് വൈഫാണ്. അവർക്ക് ബിസിനസ്സുമായിട്ട് മറ്റൊന്നും ബന്ധമൊന്നുമില്ല. 2 കുട്ടികളുണ്ട്. 2 കുട്ടികളുണ്ടെങ്കിലും 2-ാമത്തെ ഡോക്ടറാണ്, PG ആണ്. അവളിപ്പം ജൂബിലി മെഡിക്കലിലെ ഡെർമറ്റോളജിസ്റ്റ്. ഇത്രയാ പിള്ളേർ. പിന്നെ അവർക്കും പിള്ളേരൊക്കെ ഉണ്ട്. ഇനി അവരെ പറ്റിയൊക്കെ പറയാൻ പോയാ. ഇത്രയും സുദീർഘമായ സംസാരത്തിന് ശേഷവും അങ്ങേക്ക് നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരോടും സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോടും എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? രാഷ്ട്രീയ പ്രവർത്തനം ജീവിക്കാൻ ഒരു ഉപാധിയായിട്ട് എടുത്തിട്ട് കാര്യമില്ല. അത് 50% സേവനം വേണം. അല്ലെങ്കിൽ എന്താ രാഷ്ട്രീയം? നമുക്കെല്ലാവരുടെയും മേന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പാർട്ടി ഞാൻ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളൊന്നും ആശയമല്ല. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ മീനിങ് അറിയാവുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടുത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ അതിലെ കക്കുന്നവരാരാ? ഏറ്റവും കൂടുതൽ കക്കുന്നവര് അവരാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. സഹകരണത്തിൽ ആത്മാർത്ഥത ഇല്ലെങ്കിൽ സഹകരണം വിജയിക്കില്ല. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ സഹകരണം ഏറ്റവും നല്ല പ്രസ്ഥാനം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ RPS ഇന്ന് കേരളത്തിലുണ്ടായിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു പ്രസ്ഥാനമാണ് റബ്ബർ മാർക്കറ്റിംഗ്, റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി.
നമ്മൾ കേരളത്തിലെ ഏറ്റവും കൃഷിക്കാരുടെ റബ്ബറാണല്ലോ. അതിൻ്റെ അപജ്ഞാതാവ് PC സിറിയക് IAS, അങ്ങനെ റബ്ബർ ബോർഡ് ചെയർമാനായിരുന്നപ്പോഴാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ അന്ന് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നപ്പം ഇങ്ങനെ കേരളം മുഴുവൻ 1800 ആർപ്പൈസുകൾ ഉണ്ടാക്കി. അപ്പം ഇവിടെ തൊഴിൽ താലൂക്കിൽ 5-8 ഉണ്ടായി. അപ്പം ഞങ്ങൾക്കെതിരായിരുന്നു വാസ്തവം പറഞ്ഞാൽ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റികളെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ടാണ് ഇയാൾ RPs തുടങ്ങിയത്. അപ്പം ഞങ്ങൾ ഒബ്ജക്ഷൻ പറയുമായിരുന്നു. കാരണം അന്നേരം ആൾ പറയും, നിങ്ങൾ 5 എണ്ണേ ഉള്ളൂ, ഇത് 5 പേർക്ക് 10,000 പേര് മെമ്പർഷിപ്പ് ഉണ്ട്, നിങ്ങൾക്കുണ്ടോ കൃഷിക്കാരുമായിട്ട് ബന്ധമുള്ളൂ. ഇത് 40 പേര് കൂടാത്ത മെമ്പർഷിപ്പുള്ള, അല്ലെങ്കിൽ 100 പേര് കൂടെ മെമ്പർഷിപ്പുള്ള ചെറിയ സൊസൈറ്റികൾ ഉണ്ടാക്കിയാലേ സേവനം നടക്കുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെ ഉദ്ദേശിച്ചവരിലും കൂടിപ്പോയി. 100, 250, 300 മെമ്പർഷിപ്പ് ആയെങ്കിലും ഞാൻ അന്ന് ഞങ്ങളുടെ ഈ കാക്കൊമ്പിൽ ഇവിടെ മുട്ടത്തൊരു സൊസൈറ്റി തുടങ്ങി. അത് കേരളത്തിൽ 2 സുവർണ ചക്കോരം എന്നതിന് പറയുന്ന മെഡൽ അറിയിക്കുന്ന സൊസൈറ്റിയിൽ ഒന്ന് ഞങ്ങളുടെ. അത് ഭാഗ്യത്തിന് ഉദ്ഘാടനം ചെയ്യാനും തീ എത്തിക്കാനും അവസരം ലഭിച്ചതിരിക്കാം. കാരണം ശ്രീ സാർ വരാത്തതുകൊണ്ടോ കേട്ടോ. ശ്രീ സാർ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, കാക്കുമ്പോൾ അതുപോലെ വേറെ വണ്ണപ്പുറം, പിന്നെ വേറെ അങ്ങനെ ഒരു 5-6 എണ്ണം ഒന്ന് ഉദ്ഘാടനം ചെയ്തേരെ, എന്നെ എല്ലാ ഇടത്തോട്ടും വിളിച്ചാൽ എങ്ങനെ പോകുന്നു പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കാക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും, നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ റബ്ബർ കൃഷിക്കാർക്ക് അതിന് വലിയ അനുഗ്രഹമാണ്. ഞാൻ ഇപ്പോഴും അതിൻ്റെ ബോർഡ് മെമ്പറാണ്. ഞാൻ പോകാറില്ല കേട്ടോ, അവരെൻ്റെ പേരിലെഴുതി വെച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് എങ്ങും പുറത്ത് പോകാറില്ല. ഇപ്പം റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ പോയിട്ടും ഒരുപാട് കാലമായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാത്ത ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ സഹകരണത്തിൽ ഈ തൊടുപുഴ ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കി, IMA ബ്ലഡ് ബാങ്ക്. IMA ബ്ലഡ് ബാങ്കിൻ്റെ പേരാണ് IMA. അതിന് പൈസ ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളാണ്. ശരി. ഇവിടുത്തെ ഇടത്തരക്കാര കൃഷിക്കാരാ. ഞാൻ മുട്ടത്തിൽ നിന്ന് 6 ലക്ഷം രൂപ അതിന് മൂലാനത്തിന് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ ഒരു ഷെയറിന്. തൊടുപുഴ 1 ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ വലിയ എമൗണ്ട് ഉണ്ടാക്കിയാലേ തുടങ്ങാനൊക്കെ ഉള്ളായിരുന്നുള്ളൂ. IMAക്കാർ മിന്നലിറങ്ങി. IMA മിന്നലിറങ്ങി എന്ന് പറഞ്ഞാൽ തേക്കുംകാട്ടിലെ ഒരു സീനിയർ ഡോക്ടർ TM മാത്യുവും, ചാഴികാട്ടെ സീനിയർ ഡോക്ടർ ജോസ് ഡോക്ടറും, വേറെ 2-3 കൊച്ചു ഡോക്ടർമാരും കൂടെ ഞാനൊരു ദിവസം എഴുന്നേറ്റപ്പം വീട്ടുമുറ്റത്ത് നിൽക്കുക. അതിനോട് പറഞ്ഞു, ഒരു ഇതുണ്ടാക്കണം, എന്നാ IMA എന്ന് പറഞ്ഞില്ല, ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കണം. അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എലിപ്പനിയുടെ കാലമാണ്. എലിപ്പനി വന്ന് പല ആളുകളും തൊടുപുഴ മരിച്ചു. നമുക്ക് ബ്ലഡിൻ്റെ പ്രശ്നം അവിടെ ഉണ്ടായത്. എറണാകുളത്ത് പോകണം, ഒരാൾക്ക് ബ്ലഡ് കൊടുക്കണമെങ്കിൽ എറണാകുളത്തെ ബ്ലഡ് കൊടുക്കുന്ന ആളിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് അവിടെ ബ്ലഡ് എടുത്ത് പ്ലേറ്റ്ലെറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് ആശുപത്രി കൊടുക്കുമ്പോഴത്തേക്കും പ്ലേറ്റ്ലെറ്റിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കാനില്ലെങ്കിൽ ആളുകൾ ഇനിയും പോകും എന്നുള്ള ചിന്താഗതിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇത് പറയാൻ കൊള്ളാമല്ലോ എന്ന് ധരിക്കാനും എല്ലാവരോടും ഞങ്ങൾ പോയി. പിന്നെ അങ്ങാരിക്കുട്ടിയൊന്നുമില്ല. ഞാൻ വേറെ കൂട്ടുകാർ നടന്ന് 6 ലക്ഷം രൂപ മുട്ടം പഞ്ചായത്ത് ഈ ഭാഗത്തു നിന്ന് കിട്ടി. അതുപോലെ എല്ലാ സ്ഥലത്തു നിന്നും കിട്ടി. പുതിയവും കൂടി അതിൻ്റെ ബയലോ നല്ല അന്തസ്സായിട്ടുണ്ടാക്കിയത് IMA ബ്ലഡ് ബാങ്കിൽ നിന്നാണ് ഉണ്ടാക്കിയത്. കാരണം IMA ലീഡർഷിപ്പ് എടുത്ത് നടത്തണം. ഒരു വ്യക്തികളുടെ കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വ്യക്തികളുടെ കയ്യിലേക്ക് പോകും. അതിൻ്റെ ഭാവിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാനൊക്കെ ഇല്ല. IMA ആണെങ്കിൽ അവിടെ എന്നും കാണും, ഡോക്ടർമാർ എന്നും കാണും, IMAയും എന്നും കാണും. ഡോക്ടർമാർ മാറി വരും. അപ്പോൾ അവരുടെ പൊതുവും കൂടിയിട്ട് അവിടെ നിന്ന് ഒരു പ്രസിഡൻറ്റിനെ കൊടുക്കും, അവിടെ നിന്ന് ഒരു സെക്രട്ടറിയെ കൊടുക്കും, അവിടെ നിന്ന് ഒരു ഡോക്ടർ വേണം, ഒരാൾ IMAയുടെ ചാർജുള്ളൊരു ഡോക്ടർ വേണം ഇതിൻ്റെ ടെസ്റ്റിങ്ങിനുള്ള കാര്യത്തിൽ, അത്രയും കൊടുക്കും. പിന്നെ വൈസ് പ്രസിഡൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ അല്ലാത്തവരും. അങ്ങനെയാണ് അവർ ഇതുണ്ടാക്കിയത്. ഞങ്ങൾക്ക് ഇതിനൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. ആദ്യത്തെ യോഗം വിളിച്ചു കൂട്ടി അവിടെ ചെന്നു, ഇതിങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഇതൊന്നും ഉണ്ടായി കണ്ടാൽ മതി എന്നുള്ളത് നമുക്ക് ആഗ്രഹം. ഭാഗ്യത്തിന് ചാഴികാട്ടെ സ്റ്റീഫൻ ഡോക്ടറുടെ ഒരു മെമ്മോറിയലായിട്ടൊരു ബിൽഡിങ് മോളി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പഴയ ഡോക്ടറുടെ ബസ് വെച്ച് ആ കെട്ടിടം IMAക്ക് അവർ ഫ്രീ ആയിട്ട് തന്നു. ശരി. ഇത് ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കാൻ. പിന്നെ ഇവിടെ പോയില്ല കാര്യങ്ങൾ. അത് കഴിഞ്ഞ് അതിനകത്ത് തന്നെ ഈ മെഷീനറി സോഫിസ്റ്റിക്കേറ്റഡ് എല്ലാം ഉണ്ടാക്കി. അങ്ങനെ ബ്ലഡ് ബാങ്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് വൈസ് പ്രസിഡൻ്റായിട്ട് ഞാൻ അതിന് 20 വർഷക്കാലമുണ്ട്. ശരി. ഇല്ലാത്ത ഓരോ ഇലക്ഷനും വൈസ് പ്രസിഡന്റ്.
സുദീർഘമായി ബ്ലഡ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന സാഹചര്യവും സേവനവും അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഉണ്ടായി. അതുപോലെ തന്നെ സേവനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം കൂടെ ഉണ്ട്. തൊടുപുഴ നിങ്ങൾക്കറിയാമല്ലോ, മൈലക്കൊമ്പിലുള്ള മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ. എൻ്റെ ആരംഭം മുതൽ ആദ്യത്തെ 15 വർഷം ഡയറക്ടർ ബോർഡ് മെമ്പറുമായിരുന്നു, വൈസ് പ്രസിഡന്റുമായിരുന്നു. ശരി. പ്രസിഡന്റ് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള മൈലാടൂർ തോമസ് ആണ്. അങ്ങനെ വത്തിക്കാനില്ല. ശരി. അവർ അവിടെ നിന്ന് ഫണ്ട് പിരിച്ചു തരികയായിരുന്നു. ഫണ്ട് പിരിച്ചു തരുന്ന ഫോറിൻ NGO ആയിട്ടുണ്ടാക്കിയിട്ട് ഫോറിൻ ഫണ്ട് കൊണ്ട് തന്നെ ചെയ്യാനായിരുന്നു. അതിൻ്റെ പ്ലാനും അതിൻ്റെ പ്രോജക്റ്റും എല്ലാം പുള്ളി തയ്യാറാക്കുക. അത് ഡെസ്റ്റിറ്റ്യൂട്ട് ചിൽഡ്രൻ ജനിക്കുന്ന അന്ന് മുതൽ, അതുപോലെ തന്നെ അൺവെഡ് മദേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് സേവനം നടത്തുക. ഇപ്പം 150 ഡെസ്റ്റിറ്റ്യൂട്ട് ചിൽഡ്രൻ ഇപ്പോഴുണ്ട്. ഈ കഴിഞ്ഞ കാലം കൊണ്ട് 2000 പേരെ അവിടെ നിന്ന് വളർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പ്രവർത്തനമൊക്കെ നമ്മളായിരുന്നു. എന്നെ അതിനകത്താക്കിയതിൻ്റെ പ്രധാന കാരണം, ഞാൻ അതിനെ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ ഇരിക്കുന്ന കാലത്താണ് കസ്റ്റോഡിയനായിട്ടാണ്. കാരണം ഈ ഫണ്ട് ഞാൻ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കണം. ട്രഷറർ കൊച്ചിയർത്തിയ തോമസാണ്, പ്രൊഫസർ തൊമ്മിയുടെ ഭാര്യ. ശരി. അപ്പോൾ ഈ കൊച്ചിയർത്തിയെ പഠിപ്പിച്ചിട്ടുള്ള ഈ തോമസിനെ ട്രഷറെ ഏൽപ്പിച്ച് പുള്ളിയും ഏൽപ്പിച്ചു. അങ്ങനെ പൈസ വരും, കിട്ടും, പണിയിപ്പിച്ചു. 6 കോടി രൂപ മുടക്കൊണ്ടതിന്. തൻ്റെ സുത്യർഹമായ സേവന മേഖലയിലൂടെ ഈ നാടിന് നിരവധിയായ സേവനങ്ങൾ ചെയ്യുകയും വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും തൻ്റെ മക്കളിലൂടെ അത് തുടരുകയും ഇന്നും ഈ നാടിന് ഒരു പ്രകാശവും വഴികാട്ടിയുമായി നിലകൊള്ളുകയും ചെയ്യുന്ന കല്ലറയ്ക്കൽ KJ മാത്യു സാറിന് BBC ന്യൂസിൻ്റെ വർത്തമാനം പരിപാടിയിൽ പങ്കാളിയായതിന് നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം നവതി ആഘോഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് നവതിയുടെ മംഗളങ്ങളും നേരുന്നു. നന്ദി സാർ. നമസ്കാരം.